ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് സെൻറ്റൻസുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു 2-3 വൊക്കാബുലറി വെച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാത്തതിനേക്കാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കും. സോ ഓവർ ടു ദി വീഡിയോ. അപ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് പറയാണ്, എനിക്കെല്ലാം അറിയാം. എനിക്കെല്ലാം അറിയാം. നമുക്ക് ഇതിന് ഇംഗ്ലീഷിൽ പറയാം. എനിക്ക് എന്നുള്ളതിന് ഐ, അറിയുക എന്നുള്ളതിന് നോ, ഐ നോ, എനിക്കറിയാമെന്നായിട്ടോ. അപ്പൊ എല്ലാം അറിയാം, എല്ലാം അറിയാം എന്നുള്ളതിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഐ നോ എവ്രിതിങ്. എവ്രിതിങ് എന്ന് വെച്ചാൽ എല്ലാം. ഐ നോ എവ്രിതിങ്, എനിക്ക് എല്ലാം അറിയാം. എന്താണ്? ഐ നോ എവ്രിതിങ്, എനിക്ക് എല്ലാം അറിയാം. ഇനി എനിക്കൊന്നും അറിയില്ല, എനിക്കൊന്നും അറിയില്ല എങ്ങനെ പറയാ? ഐ നോ ഒന്നും അറിയില്ല എന്നുള്ളതിന് എന്താണ്? നത്തിങ് എന്ന് ആഡ് ചെയ്താൽ മതി കേട്ടോ. ഐ നോ നത്തിങ്, ഒന്നുമില്ല എന്നാണ് നത്തിങ്ങിന്റെ അർത്ഥം കേട്ടോ. അപ്പോൾ ഐ നോ നത്തിങ് എന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. ഐ നോ നത്തിങ്. നെക്സ്റ്റ്, എനിക്കൊന്നും അറിയണ്ട, ഒന്നും എനിക്കറിയണ്ട. ഇതെങ്ങനെ പറയാം? ഐ ഡോണ്ട് വാണ്ട്, ഞാൻ ഒന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല. ഐ ഡോണ്ട് വാണ്ട് ടു നോ, അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒന്നും, എനിത്തിങ്. ഐ ഡോണ്ട് വാണ്ട് ടു നോ എനിത്തിങ്, ഞാനൊന്നും അറിയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയണ്ട, എനിക്കൊന്നും അറിയണ്ട. ഐ ഡോണ്ട് വാണ്ട് ടു നോ എനിത്തിങ്, ഞാൻ എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ നേരെ പോസിറ്റീവ് സെന്റൻസ് ആട്ടോ. ഞാൻ എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ എന്താണ്? ഐ വോണ്ട്. ഇവിടെ ആഗ്രഹിക്കുന്നില്ല എന്നായതുകൊണ്ട് നമ്മൾ ഐ ഡോണ്ട് വാണ്ട് എന്ന് വെച്ചു. അപ്പൊ ആഗ്രഹിക്കുന്നു എന്നായതുകൊണ്ട് ഐ വോണ്ട്. ഓക്കെ, ഐ വോണ്ട്, ഞാൻ എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു. ഐ വോണ്ട് ടു നോ, അറിയാൻ വേണ്ടിയിട്ട്. എല്ലാം, എല്ലാം എന്നുള്ളതിന് എവരിതിങ്. ഐ ഡോണ്ട് വോണ്ട് ടു എവരിതിങ്, ഞാൻ എല്ലാം അറിയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? നിനക്കറിയാമോ? എങ്ങനെ ചോദിക്കാം? നിനക്കറിയാമോ? ഡു യു നോ, നിനക്കറിയാമോ എന്ന് ചോദിക്കാനായിട്ട് ഡു വെച്ചിട്ടാണ് നമ്മൾ ചോദിക്കുക കേട്ടോ. ഡു യു നോ, നിനക്കറിയാമോ? ഡു യു നോ. ഓക്കെ, നെക്സ്റ്റ്, നീ നിന്റെ റിസൾട്ട് അറിഞ്ഞോ? നീ നിന്റെ റിസൾട്ട് അറിഞ്ഞോ? ഇതെങ്ങനെ ചോദിക്കാം? നീ അറിഞ്ഞോ എന്ന് ചോദിക്കാനായിട്ട് ഡിഡ് യു നോ, നീ അറിഞ്ഞോ? ഡിഡ് യു നോ എന്ന് വെച്ചാൽ നീ അറിഞ്ഞോ എന്ത്? നിന്റെ റിസൾട്ട്. അപ്പൊ യുവർ റിസൾട്ട്, നിന്റെ റിസൾട്ട്. നീ നിന്റെ റിസൾട്ട് അറിഞ്ഞോ? ഡിഡ് യു നോ യുവർ റിസൾട്ട്, നീ നിന്റെ റിസൾട്ട് അറിഞ്ഞോ. ഇനി നീ അറിഞ്ഞില്ലേ, ഇതെങ്ങനെ ചോദിക്കാം? നീ അറിഞ്ഞില്ലേ, അറിഞ്ഞില്ലേ എന്ന് ചോദിക്കാനായിട്ട് ഡിഡിൻറ്റ്. ഇത് നെഗറ്റീവ് അല്ലേ? അപ്പൊ ഡിഡിൻറ്റ് യു, ഡിഡിൻറ്റ് യു, നീ അറിഞ്ഞില്ലേ, നീ ചെയ്തില്ലേ, നീ പോയില്ലേ എന്നൊക്കെ ചോദിക്കാനായിട്ട് നമ്മൾ ഡിഡിൻറ്റ് എന്ന് വെച്ചിട്ടാണ് ചോദിക്കുക കേട്ടോ. അപ്പൊ ഡിഡിൻറ്റ് യു നോ, നീ അറിഞ്ഞില്ലേ. ഡിഡിൻറ്റ് യു നോ, നീ അറിഞ്ഞില്ലേ. നെക്സ്റ്റ്, ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതെങ്ങനെ പറയാം? ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ എനിക്കറിയില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ആദ്യം കൊണ്ടുവരാം. എങ്ങനെ പറയാം? ഐ ഡിഡിൻറ്റ് നോ, എനിക്കറിയില്ലായിരുന്നു. ഐ ഡിഡിൻറ്റ് നോ, എന്തറിയില്ലായിരുന്നു? ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഐ ഡിഡിൻറ്റ് നോ വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന്. വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന്. ഐ ഡിഡിൻറ്റ് നോ വാട്ട് ടു ഡു. ഇനി ആ സാഹചര്യത്തിൽ, ഇൻ ദാറ്റ് സിറ്റുവേഷൻ. ഓക്കെ, ഐ ഡിഡിൻറ്റ് നോ, എനിക്കറിയില്ലായിരുന്നു. വാട്ട് ടു ഡു, എന്ത് ചെയ്യണമെന്ന്. ഇൻ ദാറ്റ് സിറ്റുവേഷൻ, ആ സാഹചര്യത്തിൽ. അപ്പൊ ആ സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് എനിക്ക്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു ടൈപ്പ് സെന്റൻസ് ആട്ടോ. എന്നോട് ക്ഷമിക്കൂ, എനിക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയില്ല. ഈ പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ എന്താണ് റിപ്പീറ്റ് ചെയ്ത് വരുന്ന വേർഡ് എന്താണ്? ക്ഷമിക്കുക, ക്ഷമിച്ചു എന്നുള്ളതാണ് അല്ലേ? അപ്പൊ ക്ഷമിക്കുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന എന്താണ്? ഇംഗ്ലീഷിൽ എന്താ പറയാ? ഫോർഗീവ് എന്നാട്ടോ. ഫോർഗീവ്. ഓക്കെ, ഫോർഗീവ് എന്ന് വെച്ചാൽ ക്ഷമിക്കുക. അവർ ക്ഷമിച്ചു എന്നാകുമ്പോൾ എന്താണ്? ഫോർഗീവ്. ക്ഷമിച്ചു എന്നുള്ളത് ഫോർഗീവ് എന്നാട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിലോട്ട് പോകാം. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ എന്ന് എങ്ങനെയാ പറയാം? പ്ലീസ് ഫോർഗീവ് മീ. പ്ലീസ്, നമ്മൾ പ്ലീസ് പറയുമല്ലോ അല്ലെ? ഇംഗ്ലീഷിൽ നമ്മൾ
ഒരു കാര്യം ചെയ്യൂ എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ പ്ലീസ് ആഡ് ചെയ്യുന്നത് നല്ലതാട്ടോ. എന്നോട് ക്ഷമിക്കൂ, പ്ലീസ് forgive me. പ്ലീസ് forgive me, എന്നോട് ക്ഷമിക്കൂ. ഇനി എനിക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് പറയാനായിട്ട് നമ്മൾ എന്താ പഠിച്ചത്? ഐ കാണ്ട്, എനിക്ക് കഴിയില്ല, ഐ കാണ്ട്. ഓക്കെ, അപ്പൊ ഐ കാണ്ട്. കാണ്ട് എന്ന് വെച്ചാല് കുഡ് നോട്ട് ആണ് കേട്ടോ, അതിന് ഷോർട്ട് ആക്കിയിട്ടാണ് നമ്മൾ കാണ്ട് എന്ന് പറയുന്നത്. സോ ഐ കാണ്ട്, എനിക്ക് കഴിയില്ല എന്തിന്? ക്ഷമിക്കാൻ. forgive, ക്ഷമിക്കുക. അപ്പൊ ഐ കാൻ forgive അവനോട്, ടു ഹിം എനിക്ക് അവനോട് ക്ഷമിക്കാൻ കഴിയില്ല. ഇനി ഈ പ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അടുത്ത സെന്റൻസ് എന്താണ്? ഇപ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. അതെങ്ങനെ പറയാം? ഇപ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് കംപ്ലീറ്റഡ് ആക്ഷൻ ആണ്. സോ നമുക്ക് അതിനെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ് പറയാം കേട്ടോ. ഐ ഹാവ് forgiven എന്നാട്ടോ തേർഡ് ഫോം. ഐ ഹാവ് forgiven you this time. ഇപ്രാവശ്യം എന്നുള്ളതിന് this time. I have forgiven you this time. ഇപ്രാവശ്യം ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. I have forgiven you this time. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. So let's wind up our class, and if you find this class useful, like, share, comment and subscribe. See you on another video. Until then, take care. Bye bye. Thank you.